പ്രകാശ, ഞാൻ പോവും. ഇല്ല ഏട്ടത്തി, ഞാൻ പോകാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണ്? അവര് പോവാൻ നിൽക്കല്ലേ, പോട്ടെ. നിങ്ങൾ എന്തിനാ തടയുന്നത്? അതോ നിങ്ങൾക്കും അവരെ ഇനി കാണാതിരിക്കാൻ പറ്റില്ലെന്നാണോ? പല തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നാക്കിനില്ല എന്ന് വിചാരിച്ച് വായി തോന്നി വിളിച്ചു പറയരുതെന്ന്. ഏട്ടത്തി പൊക്കി വിടുന്നു. ഇവളെ പോലെയുള്ള വിഷങ്ങളുടെ കൂടെ ജീവിക്കണേ നല്ലത്. എവിടെയെങ്കിലും പോ. പൊയ്ക്കോട്ടെത്തി, ഞാനീ തടയില്ല. അമ്മ, അമ്മ എങ്ങോട്ട് പോവാ? ചോദിച്ചിട്ടില്ലേ എങ്ങോട്ടാ പോണേന്ന്? അമ്മയ്ക്ക് അറിയില്ല മക്കളെ ഇങ്ങോട്ടാ പോകുന്നത്. അമ്മ എങ്ങോട്ടും പോകുന്നില്ല, ഞങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കും. മാളു, അബി, നിങ്ങളകത്തോട്ട് നോക്കിയേ. അവളെ എങ്ങാട്ടാന്ന് വെച്ചാ പോട്ടെ. ഇത് ഞങ്ങളുടെ അമ്മയാ, അങ്ങനെ എങ്ങോട്ടെങ്കിലും ഇവിടെ സമ്മതിക്കത്തില്ല. അമ്മ അകത്തേക്ക് വാ. മാളു, അമ്മ ഇവിടെ നിന്ന് ശരിയാവില്ല. ഞാനിവിടെ നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ ഞാനിവിടെ നിന്നാ അത് നിങ്ങളെയും കൂടെ ബാധിക്കും. അമ്മ ഇവിടെ നിന്നുള്ള പ്രശ്നമല്ലേ, അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഇവിടെ ഞങ്ങൾ കുഞ്ഞുവാവെ കാണാനുള്ള ത്രില്ല് ഇരിക്കുമ്പോഴാ അമ്മ പോകുന്നേ. അമ്മ ഇപ്പൊ എങ്ങും പോകുന്നില്ല. മാളു, അവൾ ഇവിടുന്ന് പോകുന്ന അവളായിട്ടുണ്ടാക്കിയ പ്രശ്നം കൊണ്ടാണ്. നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളടുത്ത് സംസാരിച്ച കാര്യല്ലേ? ആ, അത് ഞാൻ കേട്ടായിരുന്നു. അച്ഛ, അത് മനസ്സിലാക്കാനുള്ള വളർച്ചയൊക്കെ എനിക്കായി. നിങ്ങളുടെ കാര്യം അച്ഛൻ നല്ലപോലെ നോക്കും. പിന്നെ എന്തിനാണ് അമ്മ? അച്ഛനീ എന്ത് കാര്യം നോക്കൂന്നാ പറഞ്ഞേ? അച്ഛനൊന്നുമില്ല, ഒന്ന് ചിന്തിച്ചു നോക്കി. അച്ഛൻ രാവിലെ എണീക്കുന്ന മുതൽ ഓഫീസിൽ പോകുന്ന വരെയുള്ള കാര്യങ്ങൾ, ഞങ്ങളെ രാവിലെ എണീപ്പിക്കുന്നത്, രാവിലെ ഫുഡ് ഉണ്ടാക്കി തരുന്നത്, ഡ്രസ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാം ഈ അമ്മയാണ്. അവളുള്ളോണ്ടല്ലേ നോക്കിയത്. ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും. അതൊന്നും അച്ഛനെ കൊണ്ട് പറ്റില്ല അച്ഛാ. അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ ഞങ്ങളെയും കൊണ്ടുപോകണം.
നിങ്ങളുടെ അമ്മ ടൂറ് പോണല്ല നിങ്ങളെ കൊണ്ടുപോകാൻ. നിങ്ങൾ ഇപ്പൊ പറയണം, അമ്മ വേണോ അച്ഛൻ വേണോ? ഞങ്ങക്ക് രണ്ടുപേരെയും വേണം. അമ്മ എന്നെ തീരുമാനിക്കേ. അമ്മ പുറത്തു പോയാ ഞങ്ങളെയും കൊണ്ടുപോകണം. അമ്മ വന്നേ, ഇനി ചിന്തിക്കാൻ ഒന്നുമില്ല. വാ അകത്തേക്ക് വാ അമ്മ. അമ്മ വാ, മടി പിടിക്കാതെ വാ അമ്മ. വാ അമ്മ. ഇരിക്കും. അബി, നീ അമ്മയ്ക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ശരി. മാളു, അമ്മയും അച്ഛനും സംസാരിച്ചത് മോള് കേട്ടോ? ഞാൻ മാത്രല്ല അമ്മ, അബിയും കേട്ടു. പക്ഷെ അമ്മ പേടിക്കണ്ട, അവനൊന്നും മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി അമ്മ. അമ്മ വിഷമിക്കണ്ട, അമ്മനെ എനിക്കറിയാം. അതുപോലെ അച്ഛമ്മ എനിക്കെതിരെ നിന്നപ്പോ അമ്മ തകർന്നു പോയി മോളെ. അച്ഛമ്മ ഇല്ലെങ്കിൽ എന്താ? അമ്മയുടെ കൂടെ അമ്മയുടെ മോളില്ലേ? അതുപോലെ എനിക്ക് തോന്നുന്നു ഇതൊരു ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നമാണ്. ജനറേഷൻ ഗ്യാപ്പിന്റെയോ? ആ, ചിന്തകളൊക്കെ മാറി അമ്മ. അത് അച്ഛൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. അമ്മ കുറച്ച് അപ്ഡേറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അച്ഛമ്മയും കുറച്ച് അപ്ഡേറ്റ് ആയിട്ട് വന്നതാ. പക്ഷെ അച്ഛൻ കാരണം അത് കുളവാക്കി. അമ്മ, അച്ഛൻ ഇപ്പോഴും ചിന്തിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നല്ല ഫ്രണ്ട്സ് ആയിരിക്കാൻ പറ്റില്ലെന്നാ. അതാണ് അച്ഛന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അത് മാറ്റിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും, പക്ഷെ നമുക്ക് ശ്രമിച്ചു നോക്കാം. എന്തായാലും അമ്മ ഇപ്പൊ ഒറ്റ കാര്യം ചെയ്താൽ മതി. അമ്മ പ്രസവിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞാവെ എനിക്കിതാ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ അല്ലേ? കുടിക്കുമോ? കുടിക്ക്. ഓ, എന്തൊരു സൗകര്യം. മക്കളെ കറക്കിയെടുത്താ പിന്നെ സേഫ് ആണല്ലോ അല്ലേ? അച്ഛൻ പ്രശ്നം ഉണ്ടാക്കാതെ പോയേ. ഇപ്പൊ ഞാനാണോ പ്രശ്നം ഉണ്ടാക്കണത്? ഇതെങ്ങനെയാണ് നിനക്ക് പറ്റുന്നേ? നീ അമ്മയെ പറഞ്ഞു തിരിച്ച്, നീ അനിയനെ പറഞ്ഞു തിരിച്ച്, ഇപ്പൊ അതേ മക്കളെ. ഓ, സമ്മതിക്കണോട്ടാ നിന്നേക്ക്. അച്ഛാ, അമ്മയ്ക്ക് റെസ്റ്റ് വേണം. അച്ഛൻ പോയിട്ട് പിന്നെ വാ, അല്ലെങ്കിൽ വരണ്ട. കൊള്ളാം. അച്ഛാ, അച്ഛൻ ഇപ്പൊ ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ കുഴപ്പമുണ്ട്. The world has gone too far. Grow up അച്ഛാ. അതെ, വെള്ളത്ര ഫാറി പോയാലേ മോഹനം മോഹനം തന്നെയാ. ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും, ഞാൻ മാറാൻ പോണൊന്നുമില്ല. അച്ഛൻ മാറാത്ത കാലം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നവും തീരാൻ പോകുന്നു. പ്രശ്നം തീർക്കാൻ എന്താ വേണ്ടതെന്ന് എനിക്ക് അറിയാം കേട്ടാ. നീ ഇവിടെ പിള്ളേരെയും പിടിച്ചോണ്ടിരുന്നോ? അമ്മ, അച്ഛൻ എന്തേലും പറയട്ടെ, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ബി ഹാപ്പി, ഞങ്ങളൊക്കെ ഇല്ലേ? അച്ഛമ്മ, എന്താ മക്കളെ? അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അച്ഛമ്മയും പറഞ്ഞല്ലേ? അച്ഛമ്മ അമ്മയ്ക്ക് സപ്പോർട്ടാന്നാ ഞാൻ വിചാരിച്ചേ. ആരാ ശരി, ആരാ തെറ്റ്, ആരുടെ കൂടെ നിൽക്കണമെന്നും അച്ഛമ്മക്ക് അറിയില്ല മക്കളെ. അച്ഛമ്മയ്ക്ക് എന്തിനാ കൺഫ്യൂഷൻ? അമ്മ തെറ്റ് ചെയ്യുന്ന അച്ഛമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ തന്നെയല്ലേ എന്റെ മോനും. അവനും എപ്പോഴും കള്ളം പറയോ? അവൻ പറയണത് ഞാൻ കേട്ടില്ലെങ്കിൽ അവൻ ചോദിക്കില്ലേ ഞാൻ എന്തൊരമ്മയാണെന്ന്? ഇപ്പൊ എന്ത് ചെയ്യാനാണ് അച്ഛമ്മയുടെ പ്ലാൻ?
സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മക്കളെ. അതാ അച്ഛമ്മ ഒന്നിലും ഇടപെടാതെ ഇങ്ങനെ മാറി നിൽക്കണത്. പിന്നെ നിങ്ങൾ അച്ഛൻ പറയണത് നിങ്ങൾ കേട്ടതല്ലേ? അവൻ പറയണത് കള്ളമില്ലെങ്കിലാ. ജയിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞാണെങ്കിലോ? ഇതേ പ്രശ്നം തന്നെയാണ് എനിക്കും. എനിക്കറിയാൻ പാടില്ല. മൊത്തം ഒരു കൺഫ്യൂഷനാണ്. ആദ്യം അച്ഛമ്മയുടെ കൺഫ്യൂഷൻ മാറ്റാം. നമുക്ക് സത്യം കണ്ടുപിടിക്കാം അച്ഛമ്മ. ഇനിയിപ്പോ സത്യം കണ്ടുപിടിച്ചാലും ആവണിനോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്നും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഈ വീട് മൊത്തം കൊച്ചുമക്കളുമായിട്ട് കളിച്ചിരിച്ച് സമയം ചെലവഴിക്കണം എന്ന് ആഗ്രഹിച്ചതാ ഞാൻ. അങ്ങനത്തെ ഞാൻ ആവണി ചെയ്ത തെറ്റ് എങ്ങനെ ക്ഷമിക്കും? നിങ്ങൾ പറ. ഇപ്പൊ അച്ഛമ്മ പറഞ്ഞ പോലെ അച്ഛമ്മക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ട്. അതൊക്കെ മാറും. അപ്പൊ ഈ അമ്മയോടുള്ള ഇതൊക്കെ ദേഷ്യമൊക്കെ പൊക്കോളും. എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അച്ഛാ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ. ലോകം അവസാനിച്ചാലും അച്ഛൻ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പറയൂ. ഇടി ഇത് ശരിക്കും ചെറിയ പ്രശ്നമാ. പിന്നെ വാണിയമ്മ ഈ വീട് വിട്ട് പോയിട്ട് അച്ഛൻ പോലും ഒന്നും പറയാതിരിക്കുന്നതാണല്ലോ ചെറിയ പ്രശ്നം. മക്കളെ, നിങ്ങൾ എന്തായാലും കൃത്യസമയത്ത് ഒന്ന് ഏട്ടത്തെ തിരിച്ചു വിളിച്ചത് നന്നായി. ഞങ്ങളുടെ അമ്മയല്ലേ, ചുമ്മാ അങ്ങ് വിടാൻ പറ്റൂ? എന്റെ അമ്മയായിട്ട് കുഞ്ഞമ്മയ്ക്ക് വഴക്ക്, അച്ഛന് വഴക്ക്, അച്ഛമ്മയ്ക്ക് വഴക്ക്, കൊച്ചച്ഛനായിട്ട് വഴക്കൊന്നുമില്ലേ? ഇതൊക്കെ ഒരു സംശയമല്ലേ? ആ സംശയത്തിന്റെ പേരിലല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഏട്ടത്തെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയായിട്ടാ കാണുന്നത്. അമ്മ ആരെങ്കിലും സംശയിക്കും? ശരിക്കും കൊച്ചച്ഛന്റെ സ്വഭാവം അച്ഛന് വേണ്ടത്. വാണിയമ്മേന്റെ സ്വഭാവം എന്റെ അമ്മയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതൊക്കെ വിട്. ഇവിടെ ഏട്ടത്തിക്ക് സപ്പോർട്ട് കുറവാണ്. നിങ്ങൾ വേണം കട്ടയ്ക്ക് കൂടെ വെക്കാൻ. എവിടെയെങ്കിലും പോകാൻ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിലേ എന്നോട് പറയണം കേട്ടാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ പറയാ കൊച്ചാ. ഇപ്പൊ അമ്മ ഒറ്റയ്ക്കാ, നിങ്ങളൊന്ന് പോയിട്ട് വരാം. ശരി. നമ്മളീ പറഞ്ഞൊന്നും അമ്മ അറിയണ്ട. അമ്മ അറിഞ്ഞാ പിന്നെ എന്താന്ന് അറിയാലോ പ്രകാശ. ഒക്കെ ഡീലാക്ക. ചേച്ചി, ഞാൻ എന്താ ചേച്ചി ചെയ്യണ്ടേ? അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അമ്പിളി, ഇപ്പൊ എല്ലാരും നല്ല ദേഷ്യത്തില. ആരോടും എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ചെന്ന് അമ്മയെ കണ്ട് സംസാരിച്ച അമ്മയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അതിന് അമ്മയ്ക്ക് കാര്യം മനസ്സിലാവാനുള്ള ഗ്യാപ്പ് അഞ്ജുവും മോഹനും കൊടുക്കണ്ടേ? നീ ഇപ്പൊ ആരെയും കാണുന്നുമില്ല, സംസാരിക്കുന്നുമില്ല. അതാ സേഫ്. ആവണിയുടെ അവസ്ഥ ഇപ്പൊ എന്താ ചേച്ചി? അവൾ ആകെ തകർന്നിരിക്കും അമ്പിളി. കുഞ്ഞുനാൾ മുതലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവൾ എന്നെ വിളിക്കാറ്. ഇതിപ്പോ ഞാൻ കാരണം തന്നെ അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം എന്ന് പറയുമ്പോ ഇതൊക്കെ നേരത്തെ ചിന്തിക്കണമായിരുന്നു. നോക്കണ്ട, എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആവണിയെ മോഹനന്റെ ഭാര്യയാ. അവരുടെ ജീവിതത്തിന്റെ ഇടയിലോട്ട് കയറി ചെന്നിട്ടേ ബെസ്റ്റിയാ ഫ്രണ്ടാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും സമാധാനം കെടുത്തിട്ട് ഇപ്പൊ അനുഭവിക്കുന്ന ആരാ? എങ്കിൽ പിന്നെ നിങ്ങക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ? ഞാൻ പറഞ്ഞാലൊന്നും മോഹനം കേൾക്കില്ല. അയാൾ പറയുന്ന കാര്യങ്ങൾ ആരും പറഞ്ഞു പറയുന്നതോ കേട്ട് പറയുന്നതോ അല്ല. അയാൾ തന്നെ പോയി നേരിട്ട് കണ്ടറിഞ്ഞ കാര്യങ്ങളായി പറയുന്നത്. ഞാൻ പോലും അവനുടെ ഭാഗത്തൊരു ന്യായം കാണുന്നില്ല. അതിന് മോഹൻ അമ്പിളിയെയും ആവണിയെയും ചേർത്ത് വേണ്ടാതിനം പറഞ്ഞതുകൊണ്ടല്ലേ അവൾ ഈ അബോഷനെ പറ്റി ചിന്തിച്ചത് തന്നെ. ഇത് സത്യമാണെങ്കിൽ പോലും ആരും വിശ്വസിക്കാൻ പോണില്ല. ഈ കേസ് കോടതി വന്നാൽ പോലും DNA ടെസ്റ്റിന് മുന്നേ എനിക്ക് ഈസിയായി തെളിയിക്കാൻ പറ്റും ഇത് മോഹന്റെ കുഞ്ഞല്ലെന്ന്. പിന്നെ അവന് DNA ടെസ്റ്റിന് തയ്യാറല്ല. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? അതിന് നിങ്ങൾ കണ്ടുപിടിക്കുന്ന അർത്ഥമൊന്നും ഇല്ല. അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞ് അവളുടെ ഭർത്താവിന്റെ ആണെന്ന് DNA ടെസ്റ്റ് നടത്തി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും അവനിക്കില്ല. സാധാരണ ഇതിൽ അത് ആവശ്യമില്ല. പക്ഷെ ഈ കേസിൽ സ്ഥിതി വേറെയാ. അപ്പൊ അത് ആവശ്യമാണ്. ചേച്ചി, നമുക്ക് അവനോട് DNA ടെസ്റ്റിന് റെഡി ആവാൻ പറഞ്ഞാലോ? നമ്മളെല്ലാവരും കൂടി പറഞ്ഞാൽ അവർ കേൾക്കും. എന്റെ അമ്പിളി, നിനക്ക് അവളെ കുഞ്ഞുനാൾ പോലെ അറിയാവുന്നതല്ലേ? അവൾ നിനക്ക് നിന്നുവരും നിനക്ക് തോന്നുന്നുണ്ടോ? എന്തൊക്കെയാ നീ പറയുന്നേ? വല്ല കള്ളത്തരം കാണും. അതല്ലേ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കാത്തത്. നിങ്ങളിത് എന്തൊക്കെയാണ് അനാവശ്യം പറയുന്നത്? ഒന്ന് പോവാവോ? കുറെ വസന്തങ്ങൾ ഇറങ്ങും. ഒരാണും പെണ്ണും ഒന്നിച്ചിരുന്ന അത് അവിഹിതം.
ഒരുമിച്ച് നടന്ന അവിഹിതം, ഒരുമിച്ച് യാത്ര ചെയ്ത അവിഹിതം. ഇത് മാത്രമേ ഉള്ളൂ. 980 വണ്ടി പിടിച്ചിങ്ങി എത്തിയില്ലയോ? ഇത് 2024. ചിലരൊക്കെ ഉണ്ടാവും സുധേ, 980 2024 വണ്ടി കയറാൻ മടിയുള്ളവർ കാണും. അപ്പൊ അവരുടെയൊക്കെ സ്വഭാവം മനസ്സിലാക്കി ജീവിക്കണ്ടേ? ഞാനൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് 2024 എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന നീ സമ്മതിക്കുമോ? ഇല്ലല്ലോ. എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഇതുപോലത്തെ ചിന്തകളുണ്ട്. ഒരു മുഖംമൂടി ഇട്ടങ്ങ് നടക്കും. ഞാനും അപ്ഡേറ്റഡ് ആണെന്നും പറഞ്ഞു, അത്രേ ഉള്ളൂ. എല്ലാം കംപ്ലീറ്റ് തട്ടിപ്പാ. അമ്പിളിയൊന്നും കാര്യാക്കണ്ട, ഇങ്ങനെ ഒരു പഴഞ്ചനാ. എന്റെ പേടി അതാണ് ചേച്ചി, ഈ പഴഞ്ചൻ ആളുകൾക്കിടയിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ആ മോനാ, ഇങ്ങോട്ടോ? ആ ശരി ശരി. മോനാ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇങ്ങോട്ടോ? എന്തിന്? എന്നെ അത്യാവശ്യമായി കാണണമെന്ന്. നിങ്ങൾക്ക് എന്തിനാ ഇത്ര അങ്കലാപ്പ്? മോഹൻ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ ഈ അമ്പിളിയെ കണ്ടാൽ കുഴപ്പമില്ലേ? എന്തു കുഴപ്പം? അമ്പിളി നമ്മുടെ വീട്ടില്, നമ്മുടെ ഗസ്റ്റ്. നീ ജീവനോടാ? നിനക്ക് സമാധാനമായപ്പോ? അവന്റെ കുട്ടിക്കാല ഫ്രണ്ട് കളിയും ചിരിയും. എടാ ഞാൻ പറഞ്ഞൊരു അക്ഷരം തെറ്റിയാ. മോന, വക്കീലിനെ കാണാൻ വന്നാ കണ്ടേച്ചും പോണം. വെറുതെ ഷോ ഇറക്കല്ലേ? നിങ്ങൾക്ക് എന്റെ വീട്ടിൽ വന്ന് എന്റെ കുടുംബം കുട്ടിച്ചോറാക്കാം അല്ലേ? ഇപ്പൊ ഞാൻ സംസാരിച്ചപ്പോ നിങ്ങൾക്ക് ഷോ. എന്നാ ഷോ ആന്ന് വെച്ചോ. ഇനി എന്താണ് നിനക്ക് ചെയ്യാൻ ബാക്കിയുള്ളത്? എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞാടാ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരാൻ. എന്നിട്ട് നീ കേട്ടാ? എടാ എന്ത് ഇഷ്ടമായിരുന്നു അറിയോടാ എനിക്ക് അവളെ. അവളിപ്പോ പ്രഗ്നന്റ് ആണ്. അതിപ്പോ എന്റെ കുഞ്ഞാണോ എന്നൊരു എനിക്ക് സംശയമുണ്ട്. നീ കാരണം എല്ലാം ക്ഷമിക്കാന്ന് വെച്ചാ കണ്ണടച്ച നീയും അവളും കൂടെ കടപ്പുറത്തും അവിടെ ഇവിടെ കറങ്ങിയും എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് ഈ അവസ്ഥ ഉണ്ടാവും കാരണം നീയാ. നിങ്ങൾ തടഞ്ഞില്ലായിരുന്നെങ്കിൽ വക്കീലേ കൊണ്ട ഈ പ്രശ്നം തീരണ്ടായിരുന്നു. ഇയാളെന്തോന്നൊക്കെയായി പറയുന്നേ? അതൊന്നുമില്ല. താൻ വന്നേ, താൻ എന്നെ കാണാനല്ലേ വന്നേ. വാ. ഇയാളിപ്പോ ഇങ്ങനെയാണെങ്കിൽ അവളുടെ അവസ്ഥ എന്തായിരിക്കും? അവൾക്കൊരു സമാധാനം കിട്ടുന്നുണ്ടാവില്ല. അമ്പിളി, എല്ലാം ശരിയാവും. ഇപ്പം നമുക്ക് ക്ഷമയോടെ ഇരുന്നേ പറ്റൂ. സിറ്റുവേഷനൊക്കെ ഒന്ന് തണുക്കട്ടെ, നമുക്കെല്ലാം പറഞ്ഞ് ശരിയാക്കാം. നീ സമാധാനിക്ക്. താൻ ഇങ്ങോട്ട് വന്നേ. ഈ ഇവനെയൊക്കെ പിടിച്ച് നിന്നെ വീട്ടിൽ കയറ്റിയിരുത്തേക്കണത്. ഏടോ അത് സുധേ കാണാൻ വന്നതയാള്. അവനെ സൂക്ഷിച്ചോട്ടാ, അവനൊന്നും കുടുംബത്ത് കയറ്റാൻ കൊള്ളൂല. താനത് വിട്. താൻ എന്തിനാ വന്നേ അത് പറ. എനിക്ക് ഡിവോഴ്സ് വേണം വക്കീലെ. ഡിവോഴ്സാ? താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ താൻ ഈ കള്ളത്തരം മുഴുവൻ കാണിച്ചത്. എന്നിട്ടിപ്പോ ഡിവോഴ്സ് വേണമെന്നോ? അങ്ങനെയൊക്കെ ആയിരുന്നു വക്കീലെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കണ്ണടച്ചു കഴിഞ്ഞാൽ അവനും അവളും കൂടെ ഉള്ള ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇനി ഞാൻ എല്ലാം മറന്ന് അവളുടെ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയാലും എനിക്ക് കണ്ണടച്ച ഇങ്ങനത്തെ ചിന്തകളൊക്കെ തന്നെ വരുള്ളൂ വക്കീലെ. ഇനി എനിക്ക് പറ്റില്ല. ഉറപ്പാണോ ഡിവോഴ്സ് വേണമെന്ന്? ഉറപ്പാണ്. വക്കീലിന് എൻ്റെ കൂടെ നിൽക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല, അതെന്റെ ജോലിയുടെ ഭാഗമല്ലേ. ഇത് നിങ്ങളുടെ ഫീസിന്റെ ആദ്യ അഡ്വാൻസാണ്. നിങ്ങൾ വക്കീൽ നോട്ടീസ് അയക്കും. പൈസയാ? താനത് പോയേ. സ്നേഹം വേറെ, ജോലി വേറെ. നിങ്ങൾ ഈ പൈസ മേടിച്ചില്ലെങ്കിൽ ഈ പൈസ ഞാൻ വേറെ വക്കീലിനുണ്ടേ കൊടുക്കും. ഞാൻ ഈ കാശ് മേടിച്ചാൽ തന്റെ പ്രശ്നം തീരുമോ? ആ, എന്റെ പ്രശ്നം തീരും. നങ്ങിതാ താൻ പൊക്കോ. വക്കീൽ നാരായണൻ തന്റെ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി തനിക്ക് ഡിവോഴ്സ് കിട്ടിയെന്ന് കൂട്ടിക്കും. ഒരു കാര്യങ്ങളുണ്ട് വക്കീലെ. എന്താ? ഇപ്പൊ അവൾ എന്റെ മക്കളെയും കൂടെ എതിരി നിർത്തിയേക്കാം. ഡിവോഴ്സ് കഴിഞ്ഞാൽ മക്കൾ എൻ്റെ കൂടെ വേണം.
അവളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും എൻ്റെ പിള്ളേർക്ക് ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ഒരു വിഷയമാണ് മോനെ. താൻ ധൈര്യമായിട്ട് പോ. ഈ നാരായണ വക്കീലിനെ പറ്റി തനിക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാ തനിക്ക് ഡിവോഴ്സും കിട്ടും, പിള്ളേരെയും കിട്ടും. എനിക്ക് നിങ്ങൾ വിശ്വാസമാണ് വക്കീലെ. മിഷൻ കംപ്ലീറ്റഡ്. നിങ്ങളുടെ ഭർത്താവ് മോഹനൻ ഒരു ചതിയനാണ്. മോഹനല്ലേ നിങ്ങളെല്ലാ PSC ടെസ്റ്റിനും കൊണ്ടുപോകുന്നത്? അതെ. എന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കുന്നതിനുള്ള ഏക കാരണവും നിങ്ങളുടെ ഭർത്താവ് മോഹൻ തന്നെയാണ്. നിങ്ങൾ ഇത്രയും വിശ്വസിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് രാത്രി കരിയിലെ വാരിയിട്ട് കത്തിച്ച എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചതിയനാണ് അയാൾ. നിങ്ങളറിയാതെ നിങ്ങളുടെ രക്തം ഊറ്റി കുടിക്കുന്ന ചെന്നായാണ് അവൻ. ഇതൊന്നും പോരാ. ഇവര് തമ്മിൽ അടിച്ചു പിരിയുന്ന ഒരു സ്കോപ്പും കാണുന്നില്ലല്ലോ. നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ ആവണി, അവൾ നിങ്ങളെ ചതിക്കുകയാണ്. എല്ലാം തികഞ്ഞവളെ പോലെ നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. അമ്പിളി അവളുടെ സുഹൃത്ത് മാത്രമല്ല. ഇവനിവിടെ വരുന്നത് നിന്നെ കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇത് വർക്കൗട്ട് ആവുന്നുണ്ട്. മോഹന, നിന്റെ കേസ് ഞാൻ തന്നെ വാദിക്കും. ഞാൻ അത്ര വലിയ കേസുള്ള വക്കീലൊന്നും അല്ല മോഹന. സുധയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് കേസ് വേണം. അതില്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കും.